അതുവരെ ഞാൻ ഒറ്റക്കല്ല CPM-ൽ ചേരാൻ ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത്. ഞങ്ങള് യൂത്ത് കോൺഗ്രസിന്റെ ഉദ്യമപേരും മണ്ഡലം സെക്രട്ടറിമാരടങ്ങുന്ന ആളുകളാണ് വരുന്നത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ ഇന്നിപ്പോ ഒരു ഔദ്യോഗികമായിട്ട് എന്നെ വിളിച്ചതിന് ഞാൻ ഇവിടെ ഒന്ന് സ്ഥാനമേറ്റെടുക്കുകയാണ് ഉണ്ടായത്, പാർട്ടിയിൽ ചേരുകയാണ് ഉണ്ടായത്. ഞാൻ നിലവിൽ പാർട്ടി വിടാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്നെ അറിയാവുന്ന ഉദയംപേരൂരത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഉദയംപേരൂർ 1-ാം വാർഡിൽ ഞാൻ ജനിക്കുകയും അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം തുടങ്ങുകയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ നിന്ന് ചാനൽ ചർച്ചയിൽ കയറി ഇവിടുത്തെ MLA സീറ്റിന് വേണ്ടി വീരവാദം മുഴക്കുന്ന രാജു പി നായർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും ഗ്രൂപ്പിന് താഴെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇത്. പുള്ളിയുടെ എല്ലാം ഒരു ഗ്രൂപ്പ് സമീപനം കൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ കാരണം. അവരിടക്ക് ഒരു ചെറിയൊരു രാജു പി നായരും ഞാനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഒരു ഉദയംപേരൂരിൽ നിന്ന് ഒരു 3-4 CPM പ്രവർത്തകർ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകര് കോൺഗ്രസ് ചേരുകയുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു BJP-ക്കാരായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഈ പ്രശ്നത്തിന് അടിസ്ഥാനമായിക്കൊണ്ട് ഇവരെല്ലാം പറഞ്ഞത് BJP-ക്കാരോട് രാജു പി നായർ അടങ്ങുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ഗോപിദാസ് അടങ്ങുന്ന ആളുകൾ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കയ്യും കാലും തല്ലിയൊടിച്ചേക്കാനാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് അടങ്ങുന്ന യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി അടങ്ങുന്ന ആളുകൾ SI-യുടെ മുന്നിലിരുന്ന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളൊന്ന് കാര്യം ഒന്ന് ആലോചിച്ചോണം. ഈ കഴിഞ്ഞ ദിവസം സുജിത്തിന് വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും മാർച്ച് നടത്തിയ ഈ കോൺഗ്രസിന്റെ കപട രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കണം. സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ യാതൊരുവിധ ഒരു രക്ഷയുമില്ല ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ എന്ന് വേണം പറയാനായിട്ട്. ഈ VD സതീശന്റെ നേതൃത്വത്തിൽ രാജു പി നായർ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് താങ്കളുടെ നടത്തുന്നുണ്ട്. ഇവിടെ ഞാൻ രാജു പി നായരുടെ കൂടെ നടന്നിട്ടിരുന്ന വെച്ചൊരാളാണ്. അദ്ദേഹം എവിടെയൊക്കെ ഗ്രൂപ്പിന്റെ മീറ്റിങ്ങൾ ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ എവിടെയൊക്കെ കൂടിയിട്ടുണ്ട്, എത്രത്തോളം ആളുകളെ വിളിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. അതിന്റെ ഒരു നേരായ ഒരു സത്യമാണ് ഞാനെന്ന് പറയുന്ന ഒരാള്. ഇനി അടുത്ത ദിവസം അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിലെ വണ്ടി ഓടിയതിന്റെ സാഹചര്യമൊക്കെ ഞാൻ എന്തായാലും ഈ അടുത്ത ദിവസം തന്നെ ഇവിടെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി അറിയിക്കുന്നതായിരിക്കും. അബിൻ വർഗീയെ പോലുള്ള ആളുകൾക്ക് ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും? ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്റെ പനയപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് യേശുദാസ് എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്, ഇനി ഞങ്ങൾ ഈ പാർട്ടിയിൽ തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും രാജിവെച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ആന്റണി എന്ന് പറയുന്ന ആളും ഇതുപോലെ തന്നെ സമീപനമാണ് എടുത്തത്. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കപട രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന ഈ രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കും രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ കോൺഗ്രസ് കൂടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ